പരിസ്ഥിതി ചൂഷണത്തിനുള്ള കലാപ്രതിഷേധവുമായി യുവാവ്. പ്രകൃതിയെ കൊള്ളയടിക്കുന്ന മനുഷ്യൻ്റെ ദുരമൂത്ത സ്വഭാവത്തെ വിമർശിച്ചുകൊണ്ട് വീട്ടുമുറ്റത്ത് വലിയ ഇൻസ്റ്റലേഷൻ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് റിസ്വാൻ എന്ന ഡിഗ്രി വിദ്യാർത്ഥി. വളർന്നു വരുന്ന ഈ കലാകാരന് ബിനാലയിൽ സ്വന്തം സൃഷ്ടികൾ പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. പടച്ചോന് റിസ്വാനെ പറ്റി വാർത്തയോ? അതിന്റെ ഉപ്പച്ചിയെ നല്ല വാർത്തയല്ലേ? ഉപ്പച്ചിന്റെ മുഖഭാവം കണ്ട തോന്നില്ലോ കഞ്ചാവ് അടിച്ചതിന് ഓനെ പോലീസ് പിടിച്ച വാർത്തയാണ് ഉപ്പച്ചി വായിക്കുന്നതെന്ന്. എന്നാലും എന്റെ മോളെ, ഈ പത്രത്തിലൊക്കെ വാർത്ത വരാൻ മാത്രം ഓൻ എന്ത് കലാസൃഷ്ടിണ്ടെന്ന് എനിക്ക് തോന്നിയേ? പത്രക്കാർക്ക് കോളം നിറയ്ക്കാൻ എന്തെങ്കിലും വേണം, അത്രേ ഉള്ളൂ. ഓൻ എങ്ങനെയാ സാധനം ഉണ്ടാക്കി വെച്ചെന്ന് എനിക്കറിയോ? ആ സാധനം ഉപ്പച്ചിയെ ഇൻസ്റ്റലേഷൻ. ആ സംഗതി തന്നെ, പക്ഷെ ഞമ്മക്കത് നാവുമ്പോ കിട്ടൂല. ആ സാധനം ഉണ്ടാക്കിയതേ 5 മിനിറ്റ് കൊണ്ടാ. കുളിമുറിയിൽ സിമെന്റ് ഇടുന്ന ഭാഗത്ത് സിമെന്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചാക്ക് പോയി വാങ്ങിക്കൊണ്ട് വെച്ചിനി. അതെടുത്ത് കൊണ്ടുപോയിട്ടാണ് അതിന്റെ മേലെ ഓല മടൽ കൊണ്ട് ഒരു കളിപ്പാട്ടുണ്ടാക്കി വെച്ച്. അതിനെ പറ്റിയാണ് ഈ വാർത്ത. അല്ലെങ്കിലും പ്രതിഭകളെ ഒരിക്കലും ഓരോ വീട്ടിൽ അംഗീകരിക്കപ്പെടില്ല, അവഗണിക്കപ്പെടുകയുള്ളൂ. ഏതായാലും നമ്മൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും പത്രക്കാരെന്നെ അംഗീകരിച്ചല്ലോ, നമുക്ക് പെരുത്ത് സന്തോഷമാണ്. അന്നെ പറ്റി നല്ലൊരു വാർത്ത ഏതെങ്കിലും കാലത്ത് പത്രത്തിൽ വരുന്നത് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. പടച്ചോന്റെ ഓരോ മറിമായങ്ങളെ. അല്ല ഉപ്പച്ചിയെ, ആ കുളിമുറിയിൽ സിമെന്റ് അടർന്ന ഭാഗനെ എങ്ങനെ അടയ്ക്കും? അതിന് മണല് വേണ്ടേ? ആ മണൽ ഇപ്പൊ എടുക്കാൻ പാടില്ല. അതിപ്പോ മണലല്ല. ഇപ്പൊ മണലല്ലാണ്ട് പിന്നെ അത് എന്തായി പോയി? അതിപ്പോ കേവലം മണലല്ലുപ്പിച്ച് അത് ഉദാത്തമായ ഒരു കലാരൂപമാണ്. അപ്പൊ കുളിമുറി നന്നാക്കാൻ നമ്മൾ വേറെ മണൽ കൊണ്ടുവരണോ? അത് തന്നെ വേണ്ടി വരും. എന്റെ കലാരൂപത്തിൽ നിന്ന് ഒരു തരി മണൽ പോലും എടുക്കാൻ പറ്റില്ല. ഈ മണലിനൊക്കെ എന്താ വില എന്നറിയാൻ എനിക്ക്? മണലെടുത്ത് നമ്മൾ ഭൂമിയുടെ മാറ് തുരന്നു, പുഴ വറ്റിച്ച്. പുഴ മരിച്ചപ്പോ മണലില്ലാണ്ടായി. അതാണ് ഉപ്പച്ചി എന്റെ കലാരൂപം പറയുന്നത്. അന്റെ കലാരൂപം പറയുന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതിന്റെ അടുത്തൊരു വെള്ളക്കടലാസ് എഴുതി വെച്ചോണ്ട്. ഈ പരിഹാസം കൊണ്ടൊന്നും എന്നിലെ കലാകാരൻ തളരിലുപ്പിച്ച് തളരില്ല. അന്റെ കലാരൂപം കണ്ടിട്ട് നമ്മളാണ് ഇപ്പൊ തളരുന്നത്. കലാഹൃദയില്ലാത്ത 2 മൊയന്തുണ്ട്. ചൂടായിക്കണോ സെക്കൻഡ് ഒരു കാര്യം? എന്തായാലും പത്രത്തിൽ വാർത്ത വരുത്തിച്ചാൽ കേട്ടോ.